സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടം ശക്തിപ്പെടുന്നുവെന്ന് DGP. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണം. സംസ്ഥാനത്തെ മതസൗഹാർദ്ദം തകർക്കുന്ന സംഭവങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGPയുടെ നിർദ്ദേശവുമുണ്ട്. വാർത്തയുടെ വിശദമായ വിവരങ്ങളുമായി VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അനു, ഏത് സാഹചര്യത്തിലാണ് DGP ഇത്തരമൊരു പരാമർശം നടത്തിയത്? എന്തെല്ലാമാണ് നിർദ്ദേശങ്ങൾ? സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഗുണ്ടാ നേതാക്കളും ഗുണ്ടാ തലവന്മാരും തലപൊക്കുന്നത് നമ്മൾ പല ദിവസങ്ങളിലായി കണ്ടതാണ്. ഈ ആക്രമണ വാർത്തകളിലൂടെ കണ്ടതാണ്. ഇക്കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നടന്ന ക്രൈം റിവ്യൂ മീറ്റിംഗിൽ DGP ഷെയ്ഖ് ദർവേ സാഹിബ് ആവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ പ്രവർത്തനം ശക്തിപ്പെടുന്നു എന്ന കാര്യം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം ഫലപ്രദമായി ജില്ലാ പോലീസ് മേധാവിമാർ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശമാണ് റിവ്യൂ മീറ്റിംഗിൽ DGP നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പോലീസിൽ ഗുണ്ടകളെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളുക തന്നെ വേണം. ആ കാര്യം ഒരിക്കലും വച്ചുപൊറുപ്പിക്കാനാകില്ല. ശക്തമായ നടപടി സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിനൊപ്പം കുടുംബ തർക്കങ്ങൾ, കൊലപാതകങ്ങളിലും കൂട്ട ആത്മഹത്യകളിലും എത്തുന്ന പ്രവണത സംസ്ഥാനത്ത് കൂടുന്നുണ്ട്. ഇത്തരം കേസുകളിൽ തുടക്കത്തിൽ തന്നെ ശാസ്ത്രീയ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. മതസൗഹാർദ്ദം തകർക്കുന്ന സംഭവങ്ങളിൽ മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കുകയും വേണമെന്നുള്ള കാര്യം കൂടി സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകുന്നുണ്ട്. അതിനൊപ്പം സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് കേസുകളും വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം കേസുകളിൽ ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടാത്ത കേസുകൾ ജില്ലാ പോലീസ് മേധാവിമാർ പ്രത്യേകം തന്നെ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണം. മയക്കുമരുന്ന് കേസുകളിൽ ആദ്യ 10 ദിവസത്തെ അന്വേഷണം നിർണായകമാണ്. അത് തിരിച്ചറിഞ്ഞ് വേണം അതിൽ അന്വേഷണം നടത്താനും നടപടി സ്വീകരിക്കാനും എന്നുള്ള നിർദ്ദേശം കൂടി DGP ഈ ക്രൈം റിവ്യൂ മീറ്റിംഗിൽ നൽകിയിട്ടുണ്ട്. ശരി, VS അനുരാഗാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.